ആഗ്രഹിക്കുന്ന പുതുമകൾ. KGP ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലടി. സർക്കാർ ആപ്പിലെ സുരക്ഷാ മാർക്കുകൾ ശക്തമല്ല. ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 20,000 രൂപ തട്ടിയെടുത്തു. എൻ്റെ പേര് MT കുര്യാക്കോസ്, മരോടിച്ചുള്ളാണ് വീട്. ഞാൻ ഫോറസ്റ്റിലായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡ് ആയപ്പോൾ ഈ ലോട്ടറിയുടെ ഒരു പരിപാടി കൂടി തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ 18-ാം തീയതി ഞാൻ കട അടച്ച് പോകാനായിട്ട് പോയപ്പോൾ ഒരാൾ സ്കൂട്ടറിൽ വന്ന് 4 ടിക്കറ്റ് ഒന്ന് മാറി തരുമെന്ന് ചോദിച്ചു. 2 ടിക്കറ്റ് എടുക്കുകയും ചെയ്യാൻ, നിങ്ങളുടെ 100 രൂപ കമ്മീഷൻ നിങ്ങൾ എടുത്തോളാനും പറഞ്ഞു. അപ്പോൾ ഞാനത് മാറി കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ 4 എണ്ണം ടിക്കറ്റ് ഇവിടെ കൊണ്ടുവരികയും കൂടെ ഒരാളും കയറി വന്നിട്ടുണ്ട്. അത് അയാളുടെ ആളാണെന്ന് അറിയില്ല. പക്ഷേ അയാളും ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ 4 ടിക്കറ്റും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4-ലും 5,000 രൂപ വെച്ച് കാണിക്കുന്നുണ്ട്. അത് ഈ സർക്കാരിൻ്റെ തന്നെ ആപ്പാണ്. ആ ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് കുഴപ്പമൊന്നും കണ്ടില്ല. ഞാൻ മറ്റേപാട് ഒരു കാരണവശാലും അത് ഫോട്ടോസ്റ്റാറ്റാണെന്ന് മനസ്സിലാവില്ലായിരുന്നു. 4 ടിക്കറ്റും തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഹെൽമെറ്റും മാസ്കും മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ചേട്ടാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് മാറ്റിയതാണ്. ഈ മാസ്ക് ഹെൽമെറ്റും ഞാൻ മാറ്റിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ചില്ല് മാത്രം പുള്ളി മാറ്റി. അപ്പോഴത്തേക്കും മറ്റേ പുള്ളി ശ്രദ്ധ മാറ്റിച്ചു. എന്നിട്ട് ഇപ്പം പോയി 2 സെറ്റ് ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പം എൻ്റെ ശ്രദ്ധ മാറിപ്പോയി. ഈ കൂടെ വന്ന ആളും എൻ്റെ ശ്രദ്ധ മാറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത എന്തായാലും ആട്ടെ, കഴിഞ്ഞോളൊന്ന് മാറ്റിയതാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാനത് മാറ്റി കൊടുത്തു. പക്ഷേ അത് കാലടിക്കാർക്ക് പോലും ഇത് മെയിൻ ഏജൻസിക്ക് പോലും അത് ഫോട്ടോസ്റ്റാറ്റാണെന്ന് മനസ്സിലായില്ല. എറണാകുളത്ത് പോയി തിരിച്ച് അവിടെ ചെന്നപ്പോഴാണ്, ഓഫീസിൽ ചെന്നപ്പോഴാണ് ഇത് മനസ്സിലായത് ഫോട്ടോസ്റ്റാറ്റാണെന്നുള്ളത്. അങ്ങനെ അവർ തിരിച്ചു തന്നു. ഞാൻ ഈ 20 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇപ്പം എൻ്റെ 20,000 നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റൂർ സെന്റ് ജോർജ് കോംപ്ലക്സിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന മൂഴയിൽ ലക്കി സെന്ററിൽ നിന്നും വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ജനുവരി 15-ന് നറുക്കെടുത്ത 50-50 ലോട്ടറി ടിക്കറ്റിന്റെ 4 സീരിയലുകളിലുള്ള ഒരേ നമ്പറിലുള്ള ടിക്കറ്റുകളുടെ ഫോട്ടോസ്റ്റാറ്റ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. 18-ാം തീയതി ഹെൽമറ്റ് വെച്ച് മുഖം മറച്ച് സ്കൂട്ടറിലെത്തിയ ആളാണ് വ്യാജ ടിക്കറ്റുകൾ നൽകി കബളിപ്പിച്ചതെന്ന് വിൽപ്പനക്കാരൻ പറയുന്നു. ഇതാണ് ടിക്കറ്റ്. നമുക്ക് കണ്ടോട്ട് മനസ്സിലാവില്ല, ശരിക്കും ഒറിജിനലാണെന്നേ തോന്നുള്ളൂ. നമ്മുടെ ആപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ലല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഫോട്ടോസ്റ്റാറ്റിനും ഇത് ആപ്പ് എടുത്ത് ഉപയോഗിച്ചാലും നമുക്ക് പൈസ 5,000 ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനും കാരണം. ചെക്ക് ചെയ്താലും 5,000 രൂപ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ഇത് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തെങ്കിലും മതിയായിരുന്നു. അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ പിടിക്കാമായിരുന്നു. അത്രയും ബുദ്ധിയായിട്ട് ആ സമയത്ത് തോന്നിയില്ല. അതിൻ്റെ കുഴപ്പമാണ്. പിന്നെ അയാൾക്കുടെ ഒരു ഇത്രയും കാശ് കൊടുത്തപ്പോൾ ആധാർ കാർഡെങ്കിലും ഞാൻ മേടിച്ചിരിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആധാർ കാർഡ് അയാൾക്കിടെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് മാറ്റാൻ പറഞ്ഞപ്പോൾ ചില്ല് മാത്രം ഒന്ന് പൊക്കി കാണിച്ചു തന്നു. ഞാൻ ഇരിക്കുമ്പോൾ എടുത്താന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നിയില്ല. പിന്നെ അതുമല്ല, ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മളവരെ അവിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. ഇനി അത് വളരെ സൂക്ഷിച്ചോളാം. ഇനി ആർക്കിത് വരാതിരിക്കട്ടെ. ഞാനിത് അറിയുന്നത്. അപ്പോൾ കുര്യാക്കോസിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ക്യാമറ ചെക്ക് ചെയ്യണം, എന്നിട്ട് ആരാണോ എന്താണെന്നുള്ള ടൈം ഒന്ന് ജസ്റ്റ് ഓർമ്മിക്കുന്നതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം അറിയുന്നത്. അങ്ങനെയാണ് ക്യാമറ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. 2 ആളും ഇൻവോൾവ് ആയിട്ടുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ ഒരാൾ ജസ്റ്റ് വന്ന് അതിൻ്റെ അകത്ത് കൺഫർമേഷൻ അല്ല, പക്ഷെ ഒരാൾ കൺഫർമേഷൻ ആണ്. ആ സ്കൂട്ടി എടുത്ത് വന്ന ആൾ 100% ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റൂല, നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. ഇതിൻ്റെ തെളിവും എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിട്ട് ഞാനാണ് കൂടുതൽ പ്രഷർ ചെയ്തത്. ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ ഇത് നോക്കി നമുക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞു, കുറച്ച് നമുക്ക് ചെയ്യാം, ട്രൈ ചെയ്താൽ. എന്തായാലും ഇത് വിടാൻ പറ്റില്ല. കേരളത്തിൽ ഇത് മൊത്തത്തിൽ ഭീഷണിയായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു സാമൂഹ്യ ദ്രോഹം ആയതുകൊണ്ട് ഇങ്ങനെ അടുത്ത് പ്രഷർ ചെയ്തിട്ട് കേസ് കൊണ്ട് മുന്നോട്ട് പോകണം. ഇതിൻ്റെ പിറകിൽ ആരായാലും എത്ര മുന്നോട്ട് പോയാലും എന്ത് തരത്തിലായാലും പിടിക്കേണ്ട രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇയാൾ നൽകിയ ടിക്കറ്റുകൾ സർക്കാരിന്റെ മൊബൈൽ ആപ്പിൽ സ്കാനിങ്ങിന് വിധേയമാക്കിയപ്പോൾ സമ്മാനത്തുക കാണിച്ചിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് ടിക്കറ്റ് വ്യാജമാണെന്ന് മനസ്സിലായത്.
കടയിലെ CC ക്യാമറയിൽ ഇയാളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് ടിക്കറ്റിലും സമ്മാനത്തുക കാണിക്കുന്നത് ടിക്കറ്റ് അച്ചടിയിലെ സുരക്ഷാ മാർക്കുകളുടെ അപാകതയാണ്. ഇതിന് പരിഹാരം കാണണമെന്ന് ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ AITUC അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് MA പരമേശ്വരനും സെക്രട്ടറി ജോയ് കാക്കശ്ശേരി എന്നിവർ ലോട്ടറി ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് കാലടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിരുന്നു. അപ്പോൾ SI പറഞ്ഞത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ക്യാമറയിലൊക്കെ പതിച്ചിട്ടുണ്ടെങ്കിൽ മുഖം മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാ ഭാഗങ്ങളും സ്കൂട്ടറൊക്കെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയച്ചു കൊടുക്കാൻ SI പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നും കൂടി കാലടി പോയി ഒക്കെ കൊടുത്തിട്ടാണ് വന്നത്. ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നല്ലോ. എത്രയോ ആൾക്കാർ ഇവിടെ മാത്രമല്ല മലോട്ടിച്ചോട്ടിലും മഞ്ഞപ്പുറയും ഒക്കെ ഇവർ ഈ ടിക്കറ്റ് കൊണ്ടുപോയി പറ്റിച്ചിട്ടുണ്ട്. ഇവരൊരു ഗ്യാങ് ഇതിനു വേണ്ടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാസ്ട്രോ എന്ന് പറഞ്ഞ ചുമന്ന സ്കൂട്ടറിലാണ് പുള്ളി വന്നേക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച മാറ്റിയതാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇയാളോട് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി, അങ്ങനെ മാറ്റി കൊടുത്താണ്. അപ്പോൾ ഈ ആപ്പ് എന്ത് ചെയ്താലും ശരിയല്ല. നമ്മൾ കുറേ പേര് ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കേണ്ട ഈ ലോട്ടറി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് എത്രയും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി K-ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് K-ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.